ഹായ് ഫ്രണ്ട്സ്, ലിസ്റ്റേഴ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഉണക്ക ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ളും കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം കൊടുക്കുന്നു. ഫ്ലെയിം കൊടുത്തതിന് ശേഷം ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൽ കടുക് ഇട്ട് പൊട്ടിക്കുന്നു. കടുക് പൊട്ടിയതിന് ശേഷം സവാളയും കൊച്ചുള്ളിയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കുന്നു. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കിന് അടുത്ത തക്കാളിയും മുരിങ്ങയ്ക്കായും ഒരു പച്ചമുളക് കീറിയതും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് വഴറ്റുന്നുണ്ട്. അതൊന്ന് വഴവായതിന് ശേഷം അതിലേക്ക് ബാക്കി ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, ഒത്തിരി വലിയ കഷ്ണങ്ങളൊന്നും ആവരുത്. ഇതും എണ്ണയ്ക്കകത്തൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അത് വഴന്നതിന് ശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനും ഇതിനകത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി ഇച്ചിരി സമയം ഒന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയിട്ട് പിന്നീട് വെള്ളം ഒഴിച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക്. ആ കഷ്ണമൊക്കെ വെന്ത് വരുന്നതിന് വേണ്ടി ആ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 7 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിന് കഷ്ണം നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം എന്താ കഷ്ണമൊക്കെ വെന്ത് വരാറായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയൊക്കെ നോക്കുക. നന്നായിട്ട് തിളച്ച് ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ തിരുങ്ങിയത്, അതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് വറുത്ത് അരച്ചെടുത്തതാണ്. ഇനി അത് കലക്കി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഇച്ചിരി വാളംപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടാൽ ഇച്ചിരി പുളി ഒഴിച്ചു കൊടുക്കണം. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഒന്നുകൂടി നോക്കി വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എന്താ കറി നന്നായിട്ട് തിളച്ച് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് വെക്കാം. കുറച്ച് കഴിയുമ്പോഴിത് നന്നായിട്ട് കുറുകിയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. അല്പം കറിവേപ്പില കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് വെക്കാം. അപ്പോൾ എന്താ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവരും ഫുള്ളും കാണണം. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.